എൻ്റെ പേര് അർഫാസ്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അമല പറഞ്ഞ പോലെ ഇതെൻ്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസുമാണ്. വിശാൽ ചന്ദ്രശേഖരൻ്റെ ഫസ്റ്റ്, അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ. ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ, ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലൊരു സ്വീറ്റ് സോങ് ഉണ്ട്. ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടൻ്റ് ആണ്. ആ ഡെബ്യൂട്ടൻ മറ്റാരുമല്ല, അമല പോളാണ്. അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എൻ്റെ സിനിമയ്ക്ക് ആയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് ഷീ സാങ് ഇറ്റ് റിയലി വെൽ. സോങ് ഉടനെ തന്നെ ലൈവ് ആകും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ അമല ഈ പാട്ട് പാടിയതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യും. Let the guru speak first. Hi, my name is Vishal Chandrasekhar. Previously, I had scored music for Sita Rama, and that was translated from Telugu. I'm really happy to do my debut under Arfaz's direction, and it's a very, very prestigious moment for me to get an entry into Malayalam film industry through this with the awesome Amala Paul and Asif Ali and Sharafuddin. So it's a really honor to be here. And during recording the song, I was recording from. Is it okay if I speak in Tamil? Yes. Tamil. Okay. So நான் வந்து இதில் ஹைதராபாத்தில் இருக்கும்போது மேம் வந்து கொச்சின்ல இருந்தாங்க, and we recorded through a remote conference. So it was a wonderful experience. ஏன்னா அவங்க ஃபேஸ் டு ஃபேஸ் நம்ம பார்த்துக்கல, but I think I conveyed everything correctly, and she also understood, but she was very, very sincere with the whole process, and நிறைய தடவை பாட்டு வந்து கேட்டுட்டு வந்திருந்தாங்க, and நல்லா ப்ராக்டிஸும் பண்ணியிருந்தாங்க, and I was amazed to see an actor sing so well. ஏன்னா சில பொடி பொடி சங்கதியெல்லாம் ரொம்ப அழகாக பாடியிருந்தாங்க. I had fun recording her. I thought, see, generally I have recorded a lot of singers, but for very few actors I've recorded, and for me she's a really good singer, so I was very, very happy recording her. Thank you. And it was a wonderful experience. Arfaz was there, studio la irundar avru, and avaru enjoy pannirparu nanikiren, and nalla fun because അമല പറഞ്ഞ പോലെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ, അമല ചെയ്ത ക്യാരക്ടറിനെ എഴുതുമ്പോൾ അമല തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ, ഇതുപോലെ ഒരു ആക്ട്രസ് വേണം അമല. അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലെ കണക്ട് ആവാൻ വേണ്ടിയിട്ട്. She's got 5-6 managers. At that time I was not able to reach her. അപ്പോൾ എല്ലാ മാനേജേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് 4 months. അതിനിടയ്ക്ക് റാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, റാമിന്റെ ഷൂട്ട് കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ സാറിനോട്, രമേശ് സാറിനോട് പറഞ്ഞു, സാർ എൻ്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് 2-3 ദിവസം മാറ്റി തരാമോ, ഞാൻ അമലയെ ഒന്ന് കാണാൻ ട്രൈ ചെയ്യട്ടെ. സാർ അത് ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ അമലിന്റെ മാനേജറിനെ, അത് അമല അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, ഞങ്ങൾ അമലിന്റെ കടമി സെൻട്രൽ ലണ്ടനിൽ, അപ്പോൾ പുള്ളിക്കാരുടെ കോസ്റ്റ്യൂം ട്രയലൊന്നും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ താഴെ പോയി റിസപ്ഷനിൽ ഇരിക്കുക. എന്നിട്ട് ഒരു 2-3 hours ഇരുന്നു, പക്ഷെ തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐ സ്റ്റിൽ ട്രൈ, ഓൾ ദ മാനേജേഴ്സിനെ വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫൈനലി ഞാനും ജീതു സാറും ടുണീഷ്യയില് റാമിന്റെ റേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് not happening. Amala is on a break. She doesn't want to do any films for a while, so we will look for someone else to call her. So I was disappointed. WhatsApp call, I was disappointed. But Jeetu sir annodu vichu endu what happened, you looked at appo namaru sir Amala is not, Amala undavilla cinema, appo we have to look for someone else. Appo sir nandu vichu I am not able to connect with her. Pullikari break ilana arniyadu. Appo thanne sir phone edutittu Amalane message chedu, and she was coming out of the temple, I think. Yeah, they spoke, and she അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുക. അപ്പോൾ she said let's meet tomorrow, വരുമ്പോൾ തന്നെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ജീത്തു സാർ ഇവിടെ വന്ന്
കാണുകയും കഥ പറയുകയും ഒക്കെ തന്നെ ഓക്കെ ആവുകയായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ ഫോർ മീ. So I was very excited to have her on a film which I believe is a slightly different film. എന്ന് പറയുന്ന ഒരു ക്ലീശയാണ്, എല്ലാവരും പറയുന്നതാണ്, പക്ഷേ it actually is slightly different from what we have seen so far എന്ന് എനിക്ക് തോന്നുന്നു. It's a different attempt, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. കാസ്റ്റ് എക്സ്ട്രാordinary പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത്. അതുപോലെ ക്രൂവും വി ഹാവ് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പു പ്രഭാകർ ആർ യു പേസ്ഡ് ആൻഡ് എ ഫാബുലസ് ജോബ്. ദീപു ആണ് എഡിറ്റർ. ജയദേവൻ ചക്കാടത്താണ് ഇതിന് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Vishal has done a background score which is absolutely amazing, which is actually the backbone of the film. The music has a lot of importance in terms of its background score in the film. Linda ma'am ആണ് costumes ചെയ്തിട്ടുള്ളത്. Ronex ആണ് makeup. Prem Nawaz ആണ് art direction. So all together നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിന്റെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. For a first timer, it's a blessing, and I hope you all go watch the film when it releases. Once again, thank you all for coming. Thank you for not giving up. ജിത്തു സാറിന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി അമലേനൊന്ന് വിളിക്കണമെന്ന്. ഇത്രയും നാള് വെയിറ്റ് ചെയ്യുന്നായിരുന്നു. കറക്റ്റ് when I got the call I was there. ഇതിലാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, I really believe in destiny. Some films are meant to happen, it will happen no matter what. അത് എനിക്ക് ഈ ഫിലിം ശരിക്കും അതിന്റെ ഒരു it stands for that. So thank you Arfaz for not giving up. This would have been the biggest miss of my life. നടിയിലെ കാലിബറും പൊട്ടൻഷ്യലും ഇവിടെ ആരും എതിര് പറയത്തില്ല. പക്ഷേ സാർ പറഞ്ഞല്ലോ, അപ്പൊ അമല പോളിനെ തന്നെ കണ്ടിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പൊ അമല പോൾ എന്ന് പറയുന്ന നടിനെ എത്രമാത്രം എന്താ പറയുക ചാലഞ്ചിങ് ആക്കുന്നുണ്ട് ഇതിലെ സ്ത്രീ കഥാപാത്രം? Thank you for the question. എനിക്ക് തോന്നുന്നത് ലൈക്ക് യു സെഡ്, ഞാൻ എഴുതുമ്പോൾ തന്നെ അമലയായിരുന്നു മനസ്സിൽ, അമല തന്നെ കിട്ടി. അപ്പോൾ that was a blessing, and thanks to her for saying yes to this film. ഈ ക്യാരക്ടർ ഐ ഫീൽ, ഇതെന്റെ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടമായതുകൊണ്ട് എക്സൈറ്റ്മെന്റിലാണെന്ന് അറിയില്ല, ബട്ട് ഐ ജെന്യുവൻലി ഫീൽ ദാറ്റ് ദിസ് വിൽ ബി വൺ ഓഫ് ഹർ ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് ഹർ കരിയർ. ദാറ്റ് ഈസ് ഹൗ വെൽ ഷി ഹാസ് ഡെലിവേർഡ് ദ പെർഫോമൻസസ്. ഓൾസോ എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. നമുക്ക് വാനിറ്റി അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു. 360 ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. വാനിറ്റി സെൽഫ് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻഡ് സ്റ്റോമും സഹാര ഡെസേർട്ടിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മളവിടെ പോയപ്പോഴാണ് സെറ്റൊക്കെ ചോർന്ന് അങ്ങനെ. അപ്പോ ഒത്തിരി ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് what she has done is for you guys to watch. Thank you. സാർ മലയാളത്തിലെ ആദ്യത്തെ റിലീസ് ആവാൻ പോകുന്ന പടമാണ് സാർ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. ഇവിടെ മലയാള സിനിമയിൽ വന്നിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണോ ഇവിടെ, അല്ലെങ്കിൽ ഇച്ചിരി പാടാണോ? Very easy, sir. All are cooperative, sir. I am so happily produced here, Malayalam. ഇപ്പൊ തുനീഷ്യ പോലുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്? நான் போல சார் எல்லாமே they take a director அமலா பால் மேடம்லாம் பயங்கரமா கோஆபரேட் பண்ணாங்க. ஹீரோ ஷர்ஃபுதீன் சார் and ஆசிஃப் அலி சார். Very difficult place, sir. This is the first movie in India shot in Tunisia, sir. സാറിന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറിലെ ഏറ്റവും വലിയ ഹൈ പ്രൊഫൈൽ സിനിമകളൊന്ന് റാമാണ്. അതിന്റെ ലോഞ്ചും ആക്ച്വലി ഭയങ്കര വലിയ സംഭവമായിരുന്നു ഈ 2020. അപ്പൊ വലിയൊരു ജേർണി ഉണ്ട് 4 ഇയേഴ്സിന്റെ. എന്താ സാർ റാമിന്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും? Sir, அது இன்னும் lot of இது already we did 126 days shoot முடிஞ்சிருச்சு. அதுல ஒரு போர்ஷன் வந்து லண்டன்ல ஷூட் பண்ணோம். அந்த போர்ஷன் வந்து அப்ப அங்க வந்து ஹெவி ரெயின் பர் டே வந்து அது கிட்டத்தட்ட நியர் அபவுட் 1.5 crores per day shoot அந்த எக்ஸ்பென்சஸ். அந்த டைமில் வந்து ரெயின் வந்துருச்சு. அதுக்கப்புறம் நாங்கள் இங்கே வந்துட்டோம். திரும்ப அதே லொக்கேஷன் அதே எடுக்கணும். அங்கே வெதர் சேஞ்சிங்லாம் இருக்குது. திரும்ப இந்த 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 நவம்பரில் தான் அதை எடுக்க முடியும். இந்த ட்ரீஸு அந்த இது எல்லாமே மேட்ச் பண்ணி எடுக்கணும். அதனால இப்போ அங்கே எடுக்கிறோம். துனிஷியா இது வந்து எடுக்கிறது என்னென்னா இப்போ வந்து அங்கே சூடாக இருக்குது, பயங்கர ஹாட். ஆகஸ்ட் ஃபர்ஸ்ட் வீக்கில் போயிட்டு கண்டினியூவாக வந்து 22 days இன் துனிஷியா, 15 days 12 to 15 days in London, again Mumbai, again Chennai, in Kerala. 52 days only shoot. We are planning to release on December 25th for Christmas this year. Part 2 வந்து next year plan பண்றோம். Next year
April, May. How big is Ram? It's a very big movie, sir. Not total. Very big movie. Thank you. Sir, hi. Can you understand Malayalam? Little bit. അപ്പം വിശാൽ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീതാരാമം ഒറ്റ വർക്ക് മതി. അപ്പോൾ ഫസ്റ്റ് ഡെബ്യൂ ചെയ്യുന്ന ഫിലിം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? എൻ്റെ ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണല്ലോ. ഫസ്റ്റ് ഡെബ്യൂ മൂവിയിൽ സിഗ്നേച്ചർ ഇടുക എന്ന് പറയുമ്പോൾ அது எனக்கு என்னன்னா மலையாளம் மியூசிக்கோட ஐ லவ் மலையாளம் மியூசிக் அண்ட் எனக்கு வந்து அது வந்து நேச்சுரலா ஐ திங்க் ஐ ஃபிட் இன் வித் த ஈத்தோஸ் ஆஃப் மலையாளம் மியூசிக் பிகாஸ் அதில் வந்து எனக்கு வந்து கிளாசிக்கலும் இருக்குது அட் த சேம் டைம் ஒரு ஃபியூஷன் ஸ்டைல் தான் இருந்து ஸோ அதில் வந்து நான் நேச்சுரலாக ஃபிட் ஆகிற ஒரு ஃபீலிங் இருக்குது. அதே சமயம் வந்து அர்ஃபாஸ் கூட ஒர்க் பண்ண எக்ஸ்பீரியன்ஸ் ரொம்ப ஈஸியாக இருந்தது பிகாஸ் அர்ஃபாஸ் நல்லா ஹிந்தி பேசுவார். ஸோ நானும் நல்லா ஹிந்தி பேசுவேன் அண்ட் இங்கிலீஷ் ஹிந்தி அப்படியே மிக்ஸ் அண்ட் மேட்ச் பண்ணி ரொம்ப அழகாக அவர் ஆக்சுவலாக எதுவுமே சொல்ல வேணாம். படம் பார்த்தேன், படம் வந்து செல்ஃப் எக்ஸ்பிளனேட்டரியாக இருந்தது, ரொம்ப ஈஸியாக இருந்தது ஒர்க் பண்ணுறதுக்கு. அட் த சேம் டைம் அவர் கூட இருந்தார் ஒர்க் பண்ணும்போது. ஸோ பக்கத்துலேயே தான் உட்காந்துட்டு இருந்தார். ஸோ அப்படியே உட்காந்து ஒரு ஃப்ளோவில் போனோம். இட் வாஸ் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ் ஒர்க்கிங் வித் அண்ட் ஐ எம் வெரி ப்ரௌட் டு பி டூயிங் அ டெபியூ அண்டர் ஹிஸ் டைரக்டர். ഈ സിനിമയിലൂടെ നമുക്ക് ഈ സിനിമയിലൂടെ നമുക്കൊരു പിന്നണി ഗായികനെ കൂടെ കിട്ടുകയാണല്ലോ, ഒരു പ്ലേ ബാക്ക് സിംഗറിനെ കൂടെ കിട്ടുകയാണല്ലോ. അമല എന്ന് പറയുന്ന ഒരു നടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആസ് എ പ്ലേ ബാക്ക് സിംഗർ അവരെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? இல்ல ஸோ நான் ஆக்சுவலாக ரொம்ப எக்ஸ்பெக்ட் பண்ணல ஃபர்ஸ்ட். பட் ஓகே டேக் போகலாமா அப்படின்னு சொல்லிட்டு உள்ள போயிட்டு அவங்க உள்ள போயிட்டு ரெடியாக ஆயிட்டாங்க. அதுக்கப்புறம் ஓகே நான் வந்து இப்படி கேஷுவலாக உட்காந்துருக்கேன், என்ன பாட போகிறேன் எடுத்த உடனே வந்து கரெக்ட் நோட் எடுத்தாங்க. அப்பா அப்படின்னு இருந்தது. அதுக்கப்புறம் இந்த ரெக்கார்டிங் ப்ராசஸ் என்னன்னா நான் வந்து சின்ன சின்ன அந்த எக்ஸ்பிரஷன்ஸில் தான் ஒர்க் பண்ணேன். ஸோ அவங்க வந்து நிறைய டப்பிங் பண்ணியிருப்பாங்க. ஸோ அவங்களுக்கு வந்து அந்த டப்பிங் பாயிண்ட் ஆஃப் வியூலேருந்து எக்ஸ்பிளைன் பண்ணி பண்ணேன். ரொம்ப ஈஸியாக புரிஞ்சுக்கிட்டாங்க ആൻഡ് അതുക്കப்புறம் ഈസിയാச்சு ഫുള്ള്. സാധാരണ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് റീൽസ് ലോക്ക് ചെയ്തിട്ട് റീൽസ് മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ബ്രീഫ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇതൊക്കെയാണ് എന്നുള്ളത്. മ്യൂസിക് ഡയറക്ടർ അത് വർക്ക് ചെയ്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ടറിനെ വിളിക്കും. നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് റീൽസ് കണ്ടിട്ട് അതിൽ കറക്ഷൻസോ ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറയും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള പ്രോസസ്സ്. വിത്ത് ഹിം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഞാൻ റീൽസ് അയച്ചു കൊടുത്തു. ഹി സെഡ് യു കം ഡൗൺ ടു ഹൈദരാബാദ്. പുള്ളി ഹൈദരാബാദ് ബേസ്ഡ് ആണ്. ഞാൻ വിചാരിച്ചു വർക്ക് കഴിഞ്ഞോ, ഞാൻ അയച്ചിട്ടുള്ളൂ. പുള്ളി പറഞ്ഞില്ല, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ട് സോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോർഷൻസ് മാർക്ക് ചെയ്യും, ഇവിടെ മ്യൂസിക് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് then he said, I was with him while the music was taking birth. ഓരോ മ്യൂസിക് ഓരോ സീനിലും വിശാൽ ചെയ്യുന്ന മ്യൂസിക് I was there. So he plays a music, അതിൽ നമ്മൾക്ക് ചേഞ്ചസ് പറയാം, അതിങ്ങനെ പുള്ളി വേറൊരു ഓപ്ഷൻ തരും. അങ്ങനെ ഓരോ സീനും ഞങ്ങൾ ത്രൂ ഔട്ട് 20-25 ഡേയ്സ് ഒരുമിച്ച് ഇരുന്നിട്ടാണ് മ്യൂസിക് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ, വിച്ച് വാസ് എ ന്യൂ എക്സ്പീരിയൻസ് ടു മീ. അങ്ങനെ വേറെ ഏത് മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തെന്ന് അറിയില്ല. ബട്ട് ദാറ്റ് പ്രോസസ് ഐ എൻജോയ്ഡ് എ ലോട്ട് because I was being part of the whole music coming alive. So thank you so much Vishal for doing this film. സാർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കൊയറിലൊക്കെ പണ്ട് പാടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ സാർ എങ്ങനെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഉള്ളില് ഉറങ്ങി കിടക്കുന്ന ഒരു ഗായികയുണ്ട് എന്നും ഇദ്ദേഹത്തെ തന്നെ ഈ സിനിമയിൽ പാട്ട് പാടിക്കാന്നുള്ളൊരു തീരുമാനം ഉണ്ടാവുന്നത് എങ്ങനെയാ? ടുണീഷ്യയില് നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് we all hang out താഴെ ഒരു റൂമില് ആസിഫും അമലും. So she used to sing. മോളി പാട്ട് ഇങ്ങനെ ഓരോന്ന് പാടും. So she singing really well. അപ്പൊ അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാ, ഒന്ന് പാടിക്കൂടെ എന്ന് പറഞ്ഞു. ഫൈനലി I'm very happy that she got convinced. And on 9th month pregnant ആയിരിക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ഒരു സിംഗർ ഡെബ്യൂ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. So that's a record in itself. Thank you. Yeah. Guinness record check. Okay, I'll sing just a few lines. എൻ്റെ പിന്നിലെ രൂപം ഒരു വീതിയായി പടരേ, ഏതു കോണിലും എന്നെ നിഴലായി പിന്തുടരേ, കൂരിരുൾ കിനാവ് പോലെ
മറയുമേ ചോരതൻ വിടാത ഗന്ധം ഇന്നു കാട്ട് കലർന്നുണ്ട് ഞാൻ തിരിഞ്ഞു പിന്നിലേക്കു നോക്കിയൊന്നു നടുങ്ങവേ കണ്ട രൂപം എൻ്റെ രൂപം രണ്ടു പേരും ഒരുവനെ. Thank you. The psychological song. I would like to thank Vinayak Shashikummar, lyricist, because of him I am able to do my debut in Malayalam industry, because I know him, and through Sita Ramam and through Vinayak Shashikummar only I got to meet Arfaz. So it was a wonderful coincidence, and I'm really thankful to Vinayak Shashikummar. ഡയറക്ടർ അടുത്താണ്. ഇപ്പോൾ അമലയുടെ ക്യാരക്ടർ പോലെ തന്നെ മറ്റ് ഷർഫുദ്ദീൻ്റെ ആയാലും ആസിഫിൻ്റെ ആയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഫിൻ്റെ ഇങ്ങനൊരു ലുക്കിൽ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറൊരു പ്രൊട്ടഗണിസ്റ്റ് ലെവലിലാണോ പെർഫോമൻസ്, അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ആണോ ആസിഫിനെ? അത് സിനിമ കാണുമ്പോൾ അറിയാം. ആസിഫ് ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരു 6 മാസം പല്ലുണ്ടോ കിൽ മീ ഫോർ ദിസ്. ആ പല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആള്, സുവനീർ പോലെ. സോ ആസിഫ് സാധാരണ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോ ആസിഫിന് ഇന്ന് പടം തലവനിറങ്ങി. അത് എനിക്ക് കാണാൻ പറ്റില്ല, ഞാൻ രാത്രിക്ക് ഷോ കേട്ടിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എല്ലായിടത്തുനിന്നും. നിങ്ങളെല്ലാവരും പോയി കാണുക. ആസിഫ് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. ഐ തിങ്ക് ആസിഫിന്റെ ടാലന്റ് അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കൂമൻ വാസ് എ ഗ്രേറ്റ് ഫിലിം. He's done a fab job. അതുപോലെ he has done a very good performance in this film. ക്യാരക്ടറിനെ അലൈവ് ആക്കിയത് ആസിഫാണ്. Once you brief him, then he knows what this character would say, what his body language will be. Then you don't need to brief him again. Once it's feeded, then it's a smooth ride. So it was beautiful working with him, and he's a gem of a person. പറഞ്ഞല്ലോ, അത് സ്ക്രിപ്റ്റിൽ എഴുതിയേക്കുന്ന അതേ ഡയലോഗ്സ് പറയേണ്ട ആവശ്യമില്ല. ആക്ടേഴ്സിന് അത് മോഡിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരു ജിത്തു സർ സ്കൂളിംഗ് ഓഫ് ഡയറക്ഷനിൽ നിന്ന് വന്ന സംഗതിയാണോ? അതെ, സാറ് ആക്ച്വലി വെൻ ഹി റൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ദെർ ആർ ഡയലോഗ്സ്. പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന് ത്രൂ ഔട്ട് ഒരു വാശിയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഹി റൈറ്റ്സ് ഹിംസെൽഫ്. ചില ഏരിയാസിൽ, ചില സീൻസിലെ, ചില ഏരിയാസിലെ ചില ഡയലോഗ്സ് എഴുതിയതുപോലെ തന്നെ വരണം എന്നുണ്ടാവും. അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻസ് ആണ്. ഡയലോഗ്സ് ഒക്കെ കേട്ടാലും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിൽ ഉണ്ടാവുക. സോ ഇൻ ദിസ് ഫിലിം ആസ് വെൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും ലൈക്ക് ഷീ സെഡ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മാറ്റി ഒക്കെ ആണ് ചെയ്തത്. സിംഗ് സൗണ്ട്, ഇറ്റ്സ് ഓൾവേസ് ഡ്രീം ടു ഹാവ് സിംഗ് സൗണ്ട് എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ പടത്തിന് സിംഗ് സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒന്ന്, ഡെസേർട്ടിലാണ് ഷൂട്ട്, അവിടെ വിൻഡും കാറ്റും വെള്ളവും ഒക്കെ ആയിരിക്കും, അതെന്തായാലും ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ വെൻ ഷീ ടോൾഡ് മീ ട്രൈ സിംഗ് സൗണ്ട്, then I got in touch with JD, നമ്മുടെ സൗണ്ട് ഡിസൈനർ. Then he said ki we can crack it. അതായത് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഹയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ റീക്കി ചെയ്തു, ടെസ്റ്റ് സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ പ്രേം നവാസ്, നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ, ഓൾസോ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അതിന്റെ ഫ്ലോറിങ്ങും ഒക്കെ സിംഗ് സൗണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. അവിടെ നടക്കുമ്പോൾ ഒത്തിരി ശബ്ദം ഉണ്ടായാൽ നമുക്കത് റീടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഓൾ ഫെൽ ഇൻ പ്ലേസ്. എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പോൾ ഇപ്പോഴത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും, പ്രത്യേകിച്ച് ത്രില്ലർ ആണെങ്കിൽ അടുത്ത് എന്ത് നടക്കുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ടാവുമല്ലോ. അതേപോലെ നടക്കുകയാണെങ്കിൽ പിന്നീട് ഇത് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ മൂമെന്റും, ഓരോ 10 മിനിറ്റിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ജിത്തു സാറിന് എന്തെങ്കിലും ടിപ്സ് തന്നിരുന്നോ? ഇങ്ങനെ ഈ സീനിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്നില്ല, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് ജിത്തു സാർ തന്നിരുന്നോ? അതോ സ്വന്തം സാറിനോട് ഞാൻ ഈ കഥ പറയുന്നത് 12th മാൻ്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അപ്പോൾ സാറിന് സ്റ്റോറി അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയും അപ്പൊ തന്നെ ഞാൻ ലിൻഡ മാമിനോടും കാത്തിനോടും ഒക്കെ സാറ് കഥ പറയാൻ പറഞ്ഞു, അവരോടൊക്കെ കഥ പറഞ്ഞു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം. അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് ആർഫാസിന്റെ ഒരു കഥയോട് കേൾക്കണമെന്ന്. അപ്പൊ രമേശ് സാർ നെക്സ്റ്റ് സ്റ്റെപ്പിന് കൊച്ചിയിൽ വന്നപ്പോൾ കഥ പറഞ്ഞു. എനിക്കൊന്നൊരു 15 മിനിറ്റ് എന്തോ
ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത്. പക്ഷേ ഹി ഈസ് വെരി ഗുഡ് അറ്റ് ജഡ്ജിങ് തിങ്സ് ഐ തിങ്ക്. ഹി സെഡ് യെസ്. അത് കഴിഞ്ഞിട്ട് കൂമന്റെ സമയത്താണ് ആസിഫിനോട് കഥ പറയുന്നതും. Then it started. So in terms of writing, see, ഇതൊരു നമ്മൾ അങ്ങനത്തെ ഒരു ത്രില്ലറിനെക്കാളും ഇറ്റ്സ് എൻ ഇന്റൻസ് ഡ്രാമ. ഇറ്റ്സ് അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ്, അവരുടെ ജേർണി. And these two characters, Asif and Amla, they come from two different walks of life and how they meet and how they interact. It's more of an intense drama than anything else. And of course there are some thrilling elements as well, which is just an add-on, but primarily ഈ characters ഒരു journey ആണ്. And yeah, that's what it is. ഞാൻ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സംഗീത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പേപ്പറിൽ വർക്ക് ചെയ്യുന്നത് സംഗീതാണ് എന്നോട് ചോദിച്ചത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ, നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും വേഫറുടെ ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ്. ദുൽഖർ കണ്ടിട്ടില്ല സിനിമ, എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ദുൽഖർ പറയണ്ടേ, ഞാനല്ലല്ലോ പറയണ്ടേ. അതെ, അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറെ പേര് കാണുമല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ. അപ്പൊ അവര് കണ്ടവരൊക്കെ ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്, ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ്. സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല. അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണല്ലോ, ഒരു കാണുമ്പോൾ ഈ ഫോറിനിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാകുമ്പോൾ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എ നൈസ് ഐഡിയ ടു do it in other languages. Ramesh sir suggested. Ramesh sir felt that that's a good idea. So it was sir's decision.